സ്റ്റാർട്ടിങ് പീരീഡ് ആ ഒരു ടൈമിൽ നന്നായിട്ട് സ്ട്രഗ്ലിങ്സ് ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയും ഒരു ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ആണല്ലോ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. എവറി ചൈൽഡ് ഇസ് സ്പെഷ്യൽ ആൻഡ് യുണീക്ക്. LKG മുതൽ +2 വരെയുള്ള സ്റ്റുഡൻസിന് പേഴ്സണലൈസ്ഡ് 1-on-1 ട്യൂഷൻ അഥവാ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന ആശയത്തിലൂന്നി വളരെ വിജയകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ലേൺടെക്കിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മിസ്സസ് ഫാത്തിമ സിറാജാണ് ഇന്ന് നമ്മുടെ കൂടെ TBO ടോക്സിലുള്ളത്. വെൽക്കം മാം. പേഴ്സണലൈസ്ഡ് 1-on-1 ട്യൂഷൻ അഥവാ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന കോൺസെപ്റ്റ് ഇതെങ്ങനെയാണ് കുട്ടികളുടെ പഠനത്തെ കൂടുതൽ മികച്ചതാക്കുന്നത്? ആക്ച്വലി ഈ ഒരു ഗ്രൂപ്പ് ക്ലാസ് എന്ന് പറയുമ്പം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയും ഒരു ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ ലെവലാണ്. അവരുടെ ലെവലിനനുസരിച്ച് പഠിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ കുട്ടിയുടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതും അവർക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതും. സോ നമ്മൾ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഒന്നിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കിട്ടാതെ പോകും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റുഡൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1-to-1 ക്ലാസ്സിലൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. മാത്രമല്ല അവൻ്റെ കുറവുകൾ എവിടെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ടേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും അവന് ഏത് രീതിയിലാണോ ക്ലാസ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇപ്പോൾ ആദ്യകാലത്ത് കൂടുതലും സ്റ്റുഡൻസ് ഓഫ്ലൈൻ ആയിട്ടുള്ള ട്യൂഷൻസ് ആയിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കാലം മാറി, ടെക്നോളജി വന്നു, ഒരുപാട് ഇന്നോവേഷൻസ് വരുന്നുണ്ട്. സോ ഓൺലൈൻ ട്യൂഷനിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതൊന്ന് പറയാമോ? ഇപ്പം നിലവിൽ ഓൺലൈനും ഓഫ്ലൈനും എല്ലാം സെയിം ആണ്. കാരണം അതിൽ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടീൻ്റെ അറ്റൻഷൻ കംപ്ലീറ്റ്ലി ആ ടീച്ചർ എടുത്താണ് വരുന്നത്. അപ്പം നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം ആ ടീച്ചറും കുട്ടിയും മാത്രമേ ആ ക്ലാസ്സിലുള്ളൂ. അപ്പോൾ ആ കുട്ടീനെ നന്നായിട്ട് പിടിച്ചിരുത്താൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ആണല്ലോ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ലേണ്ടക്കിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കുട്ടികൾക്കും ക്ലാസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ലേൺടെക്കിൻ്റെ മേജർ USPs എന്തൊക്കെയാണ്? ലേണ്ടക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ തന്നെയാണ്. അതും ഹൈ ക്വാളിറ്റി ക്ലാസ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഞങ്ങളെ USB എന്ന് പറയുന്നത് 15 ദിവസം കൊണ്ടുള്ള ആ ഒരു റിസൾട്ടാണ്. അത് എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളെടുത്ത് ഒരു സ്പെഷ്യൽ മൊഡ്യൂളുണ്ട്. ഓരോ കുട്ടിക്കും അവർക്ക് മനസ്സിലാകുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്പെഷ്യൽ മൊഡ്യൂൾ യൂസ് ചെയ്ത് കുട്ടീനെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ 15 ദിവസം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല കുട്ടീനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ വെക്കുന്നുണ്ട്. അതും സൈക്കോളജിസ്റ്റ് ആയിരിക്കും ലീഡ് ചെയ്യുക. അതുകൊണ്ട് കുട്ടീനെക്കുറിച്ച് A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പം ഈ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പാരൻസിന് എന്തൊക്കെ ടിപ്സ് ആയിരിക്കും കൊടുക്കാനായിട്ട് പറ്റുക? ആക്ച്വലി ഈ ഒരു ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ നമുക്ക് കംപ്ലീറ്റ് ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യുക, അവർക്കൊരു ടൈം ഷെഡ്യൂളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്ന ടൈമിൽ മാത്രമേ ഫോൺ തരുള്ളൂ. അതും നമ്മൾ പറയുന്ന അവനെ പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, എന്താണ് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതായത് നമ്മൾ ഓക്കെ ആകുന്ന പഠിക്കുന്ന കാര്യമാണ് എന്താണെങ്കിലും അത് ചെയ്തതിന് ശേഷം എക്സ്ട്രാ കിട്ടുന്നൊരിതായിട്ട് ഫോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവനെ ആ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ നമുക്കൊന്ന് ചേഞ്ച് ആക്കി എടുക്കാനും ആ ഒരു ടൈം നമുക്ക് സെറ്റാക്കി എടുക്കാനും പറ്റും. അല്ലാതെ ഇരുന്നാൽ നമ്മൾ എന്താണ് അവരെ ഫുൾ ടൈം ഫോണിലേക്ക് പോകും. അപ്പം കറക്റ്റ് ടൈം നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുക. മാത്രമല്ല ഇവരെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ വെറുതെ ചീത്ത പറഞ്ഞിട്ടോ ഇതല്ല, അവരെ നന്നായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കിട്ടും എന്നുള്ള രീതിക്ക് കൊടുത്തിട്ട് ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യാം. പിന്നെ കംപ്ലീറ്റ്ലി മാറ്റുക എന്നുള്ളതിന് പകരം അതായത് ഒരു 1 hour കണ്ടിന്യൂസ് കളിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് ഹാഫ് ആൻ അവറിലേക്ക് മാറ്റുക, എന്നിട്ടത് 15 minutes മാറ്റുക. അങ്ങനെ കുറച്ച് കൊണ്ടുവരാം. അല്ലാതെ കംപ്ലീറ്റ്ലി നമുക്കത് മാറ്റി കഴിഞ്ഞാൽ കുട്ടിയും ഭയങ്കര ഇതിലേക്ക് പോകും. അപ്പം പിന്നെ നമുക്കത് മാക്സിമം കുറച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ 2022 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടീസ് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നല്ല രീതിയിലുള്ള റിസ്ക്, എഫേർട്ട്, സ്ട്രഗ്ലിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതിപ്പം എല്ലാം ഓവർകം ചെയ്തു വരുന്നു. മാമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഈ ഒരു സംരംഭത്തിനെ കുറിച്ചിട്ട്? ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം സർപ്രൈസ് ആണ്. പിന്നെ പുതിയ പ്രൊജക്റ്റ് ഒക്കെ ഓൺഗോയിങ്ങിലാണ് എല്ലാം.
അവസാനമായിട്ട് കുഡ് യു പ്ലീസ് ഷെയർ എ ഫ്യൂ വേർഡ്സ് അബൌട്ട് TBO ടോക്സ്? ഈ TBO ടോക്സ് പോലെയുള്ള ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം ഈ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഈ ഓണ്ടർപ്രണേഴ്സിനും അതുപോലെ തന്നെ ലേൺ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷൻ കൊടുക്കും. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഈ ഒരു കാര്യം. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക ഈസി ആയിട്ട് ഇതിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും.